ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന മുറിവുകൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവയാണ്. ഈ വാചകം കേൾക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ അവരുടെ സ്വന്തം ജീവിതത്തിലെ ചില നിമിഷങ്ങൾ കടന്നുപോയിട്ടുണ്ടാവും. കാരണം എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു അദൃശ്യ ഭാരം ചുമന്നിട്ടുണ്ടാകും. സാധാരണ ജീവിതത്തിൽ എന്ന പോലെ അവർ രാവിലെ എഴുന്നേൽക്കും, പഠനത്തിനോ ജോലിക്കോ പുറപ്പെടും, ആളുകളുമായി സംസാരിക്കും, അവരോടൊപ്പം ചിരിക്കും. സാധാരണ ദിവസം പോലെ അന്നത്തെ ദിവസവും അവന് കടന്നു പോകുന്നുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ നല്ല ചിത്രങ്ങൾ പങ്കുവയ്ക്കും. പക്ഷെ രാത്രിയായി കഴിഞ്ഞാൽ അവന്റെ മനസ്സ് അല്ലെങ്കിൽ അവളുടെ മനസ്സ് മറ്റൊരു കഥ പറയാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എനിക്ക് സമാധാനം ലഭിക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ചെറിയ കാര്യങ്ങൾ പോലും തകർക്കുന്നത്? എനിക്ക് ആരോടെങ്കിലും ഒന്ന് മനസ്സു തുറന്ന് സംസാരിക്കണം. പക്ഷെ ആരോട്? ഈ ചോദ്യങ്ങൾ ഒരാളുടേതല്ല. ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുടേതാണ്. ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ മനസ്സിൽ വിരിയുന്ന അല്ലെങ്കിൽ ദൈനംദിന മനസ്സിൽ വിരിയുന്ന ചോദ്യങ്ങളിൽ ഒന്നാണിവ. പക്ഷെ പലരും മിണ്ടുന്നില്ല. കാരണം അവർക്കൊരു ഭയമുണ്ട്. ഞാൻ മനസ്സു തുറന്ന് സംസാരിച്ചാൽ ആളുകൾ എന്ത് വിചാരിക്കും? അല്ലെങ്കിൽ ഞാൻ ബലഹീനനാണ് എന്ന് പറയുമോ? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആരോട് സംസാരിക്കും? ഒരു കൗൺസിലറെ കണ്ടാൽ ഞാൻ ബലഹീനനാണ് എന്ന് വിചാരിച്ചാലോ? അല്ലെങ്കിൽ ഞാൻ ഒരു കൗൺസിലറുമായി സംസാരിച്ചു എന്നറിഞ്ഞാലോ, കൺസൾട്ടേഷൻ നടത്തി എന്നറിഞ്ഞാലോ ആളുകൾ എന്നെ പലതരത്തിൽ വിധിച്ചേക്കാം. ഈ ഒരു ഭയം തന്നെയാണ് പലരെയും സഹായം തേടുന്നതിൽ നിന്ന് പിൻവലിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്നും വലിയൊരു തെറ്റിദ്ധാരണ ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ ഒളിച്ചിരിപ്പുണ്ട്. കൗൺസിലിംഗ് എന്നത് മാനസിക രോഗമുള്ളവർക്ക് മാത്രമാണുള്ളത് എന്നൊരു തെറ്റിദ്ധാരണ. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ നാം എന്തു ചെയ്യും? നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യും. അതുപോലെ മനസ്സിന് വേദനയുണ്ടായാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നാം എങ്ങനെ പരിഹരിക്കും? പല്ലുവേദന വന്നാൽ ഒരു ഡെന്റിസ്റ്റിനെ സമീപിക്കും. കാഴ്ചക്കുറവ് വന്നാലോ ഒരു നേത്ര വിദഗ്ധനെ സമീപിക്കും. ശരീരമൊട്ടാകെ പൊട്ടുന്ന വേദനകൾ വന്നാലോ ഒരു ഓർത്തോപീഡിയക്കിനെ സമീപിക്കും. പിന്നെ എന്തുകൊണ്ടാണ് മനസ്സിനൊരു വേദന ഉണ്ടാകുമ്പോൾ കൺസൾട്ടേഷൻ നടത്തുന്നത് മാത്രം അസ്വാഭാവികമായി തോന്നുന്നത്? അതാണ് നമ്മളിൽ നിന്ന് മാറേണ്ട ചിന്ത. മനസ്സിനൊരു വേദനയുണ്ടായാൽ അതിനും പരിചരണം ആവശ്യമാണ്. മാനസിക ആരോഗ്യം എന്നുള്ളത് മാനസിക രോഗമുള്ളതോ ഇല്ലാത്തതോ ആയ അവസ്ഥയല്ല. സമ്മർദ്ദങ്ങളെ നേരിടാനും വികാരങ്ങളെ തിരിച്ചറിയാനും ആരോഗ്യപരമായ ബന്ധങ്ങൾ നിലനിർത്താനും ജീവിതത്തിലെ വെല്ലുവിളികളെ സന്തുലിതമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ കഴിവിനെയാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ കൗൺസിലിംഗ് എന്താണ്? ഒരാളിരുന്ന് മറ്റൊരാളെ ഉപദേശിക്കുന്നതല്ല കൗൺസിലിംഗ്. കൗൺസിലിംഗ് എന്നത് ഒരാളിരുന്ന് മറ്റൊരാളെ ഉപദേശിക്കുന്ന പ്രക്രിയയല്ല. അവിടെ നിങ്ങളെ ആരും വിധിക്കില്ല, പകരം നിങ്ങളെ കേൾക്കും. നിങ്ങൾ പറയാത്ത വേദനകൾ പോലും മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ നിയന്ത്രണം നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങളോടൊപ്പം സഞ്ചരിക്കും. ചിലപ്പോൾ മനുഷ്യർക്ക് വേണ്ടത് അല്ലെങ്കിൽ മനസ്സിന് വേണ്ടത് ഒരു ഉപദേശമല്ല, ഒരാൾ ആത്മാർത്ഥമായി കേൾക്കാനുള്ളതാണ്, ഒരാൾ ആത്മാർത്ഥമായി കേൾക്കുന്നതാണ്. നമ്മൾ എല്ലാവരുടെ പ്രശ്നങ്ങളും കേൾക്കും. പക്ഷെ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായി അവർക്ക് അങ്ങോട്ട് ഉപദേശം നൽകാൻ ശ്രമിക്കും. ഇതൊന്നും കാര്യമാക്കണ്ട, അല്ലെങ്കിൽ എല്ലാം ശരിയാകും, നീ നന്നായി അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിച്ചാൽ മതി. ഇത്തരം ചില ഉപദേശങ്ങൾ അങ്ങോട്ട് നൽകും. ചിലപ്പോൾ നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കാം. പക്ഷെ പലപ്പോഴും വേദനിക്കുന്ന ഒരാൾക്ക് വേണ്ടത് നല്ല ഉപദേശങ്ങളല്ല, അവനെ അല്ലെങ്കിൽ അവളെ നന്നായി മനസ്സിലാക്കാൻ അറിയുന്ന ഒരാളെയാണ്. അതെ, അതുകൊണ്ടാണ് കൗൺസിലിംഗ് ഒരു സംഭാഷണമായി തുടങ്ങുന്നത്. പക്ഷെ അത് പതുക്കെ ഒരു മാറ്റമായി മാറുന്നു. ഒരു ദിവസം കൊണ്ടല്ല, അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടല്ല. വിശ്വാസം വരുമ്പോഴും സ്വന്തം മനസ്സിനെ മനസ്സിലാക്കി തുടങ്ങുമ്പോഴും ആ മാറ്റം വന്നു തുടങ്ങുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം: എപ്പോഴാണ് ഒരാൾ കൗൺസിലറെ കാണേണ്ടത് അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് വിധേയനാകേണ്ടത്? നമുക്ക് അടുത്ത ഭാഗത്തിൽ ചർച്ച ചെയ്യാം. കാരണം പലരും സഹായം തേടേണ്ട സമയത്ത് പോലും അത് തിരിച്ചറിയാതെ ജീവിക്കുകയാണ്.